കോതമംഗലത്ത് ലവ് ജിഹാദിനെ തുടർന്ന് 23-കാരിയായ സോന എന്ന പെൺകുട്ടിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ് ജനം TV ഈ മണിക്കൂറിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ JK അംബിക ഈ വിഷയത്തോട് പ്രതികരിക്കാൻ നമുക്കൊപ്പം ചേരുന്നു. അംബിക, താങ്കൾ കേരളത്തിൽ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന ലവ് ജിഹാദ് അല്ലെങ്കിൽ പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം ഈ വിഷയത്തെപ്പറ്റി ആധികാരികമായി പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല, അടുത്തിടെ താങ്കളുടെ പുസ്തകം ദ റിയൽ കേരള സ്റ്റോറി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മമൊക്കെ നടന്നത്. ആ പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തന്നെ കേരളത്തിൽ നടന്നിട്ടുള്ള പ്രണയം നടിച്ചുള്ള മതപരിവർത്തനവും അത് ഹിന്ദു ക്രൈസ്തവ പെൺകുട്ടികളുടെ ജീവിതം എങ്ങനെയാണ് വഴിയാധാരമാക്കിയത് എന്നതിനെ പറ്റിയുള്ളൊരു പഠനമാണ് ആ പുസ്തകം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പോഴിതാ കോതമംഗലത്ത് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെടുകയാണ്. അതിൻ്റെ അടിസ്ഥാനപരമായ കാരണമായി ആ കുടുംബം പോലും ചൂണ്ടിക്കാണിക്കുന്നത് പ്രണയം നടിച്ചുള്ള മതപരിവർത്തനം അല്ലെങ്കിൽ ലവ് ജിഹാദാണ്. ആദ്യം പ്രണയം, പക്ഷേ പിന്നീട് വിവാഹത്തിലേക്കോ രജിസ്ട്രേഷനിലേക്കോ എത്തുന്ന ഘട്ടത്തിൽ മുസ്ലിം ആകണം എന്ന് പറയുകയാണ്. പൊന്നാനിയിലേക്ക് പോയില്ലെങ്കിൽ ഞാൻ കൂടെ കൂട്ടില്ല എന്ന് പറയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. എങ്ങനെ നോക്കിക്കാണുന്നു അംബിക JK? താങ്ക്സ് ഗൗതം. എനിക്കിതിൽ ആദ്യം തന്നെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, as soon as somebody is asking you to convert, why don't these girls think that religion ആണോ ഞാനാണോ ഇമ്പോർട്ടന്റ്, അതോ നമ്മുടെ പ്രണയമാണോ ഇമ്പോർട്ടന്റ് എന്ന് ഒരു നിമിഷം ചോദിച്ചിരുന്നെങ്കിൽ ഈ കുട്ടികൾക്ക് ഇങ്ങനെ അബദ്ധം പറ്റില്ലായിരുന്നു. ഏതൊരാളും പ്രണയത്തിലാവുന്ന സമയത്ത് നിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറയുമ്പോൾ അവിടെ നീയോ നമ്മുടെ പ്രണയമോ അല്ല ഇമ്പോർട്ടന്റ്, മതമാണ് ഇമ്പോർട്ടന്റ് എന്നൊരു മെസ്സേജ് ആദ്യം വരുന്നുണ്ട്. ഈ ഒരു മെസ്സേജ് വരുന്ന സമയത്തെങ്കിലും ഇതിൽ നിന്ന് പിന്മാറാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം ഇവിടെ ഈ അട്രോസിറ്റീസ്, കൺവേർഷൻ റിലേറ്റഡ് പ്രോബ്ലംസോ ഈ സൂയിസൈഡോ ഉണ്ടാവില്ലായിരുന്നു. ഞാൻ എൻ്റെ കേരളത്തിലെ ഫെലോ പെൺകുട്ടികളോട് അല്ലെങ്കിൽ എന്നെക്കാളും വളരെ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ എൻ്റെ മകളുടെ പ്രായമൊക്കെ ഉള്ള പെൺകുട്ടികളോട് നിങ്ങളോട് എനിക്ക് ഒറ്റ വാക്കാണ് ചോദിക്കാനുള്ളത്. ഏത് മതത്തിൽ നിന്നായാലും, ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും, നിങ്ങളുടെ ഏത് മതത്തിലുള്ള സുഹൃത്തുക്കള് അല്ലെങ്കിൽ ലവേഴ്സ് നിങ്ങളോട് കല്യാണം കഴിക്കണമെങ്കിൽ മതം മാറണം എന്ന് പറയുന്നുണ്ടെങ്കിൽ അവിടെ ഉപേക്ഷിച്ചിരിക്കണം ആ റിലേഷൻഷിപ്പ്. കാരണം അത് വರ್ತല്ല. അതിൽ ഏതെങ്കിലും ഇത്രയും മതം മാറി കഴിഞ്ഞതിന് ശേഷവും ഏതെങ്കിലും പെൺകുട്ടി ഹാപ്പി ആയിട്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ അത് 1-2% മാത്രമായിരിക്കും. അതിൽ കൂടുതൽ നടക്കുന്നത് ആത്മഹത്യ അല്ലെങ്കിൽ കൊലപാതകമാണ്. അത് ഇന്നെവിറ്റബിൾ ആണ് ഈ കേസിലൊക്കെ. അതാണ് എൻഡ് ഓഫ് ദ ഡേ, അത് മാത്രമാണ് സംഭവിക്കാൻ പോകുന്നത്. ഞാൻ ഈ ക്രിസ്ത്യാനികളോട്, ഇപ്പൊ ഈ പെൺകുട്ടി ക്രിസ്ത്യാനിയാണെന്നാണ് ഞാൻ കേട്ടത്, സോനം എൽദോസ്. തൃശ്ശൂർ MP ഒക്കെ തെരയുന്നതിന് മുൻപ്, കൺവേർഷൻ ജാർഖണ്ഡിലൊക്കെ മതം മാറ്റം നടക്കുന്നതിന് മുൻപ് നമ്മുടെ ക്രിസ്ത്യൻ സഹോദരങ്ങൾ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ, അച്ഛന്മാര്, എനിക്ക് അവരോടൊരു റിക്വസ്റ്റ് ഉള്ളത്, ആദ്യം സ്വന്തം മതത്തിലേക്ക് നോക്കൂ. നിങ്ങളുടെ പെൺകുട്ടികള് ഇങ്ങനെ പോകുമ്പോ അവരെ ആദ്യം രക്ഷിച്ചിട്ട് പോലെ കൂടുതൽ പേരെ മതം മാറ്റണതും MP അന്വേഷണം നടക്കുന്നതൊക്കെ ഇത്രയധികം വലിയൊരു കാര്യം ഇവിടെ ഉണ്ടായിട്ട് അതിനെതിരെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മീനിങ്ലെസ് ആണ്. കാരണം നമ്മുടെ പെൺകുട്ടികളാണ് ഇങ്ങനെ പോകുന്നത്. ഇപ്പോ ഈ രണ്ടാമത് കേരള സ്റ്റോറിക്ക് 2 നാഷണൽ അവാർഡ് കിട്ടിയപ്പോ നമ്മുടെ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മരുമകൻ മന്ത്രി റിയാസും എല്ലാവരും പറഞ്ഞു, വീണ്ടും പറഞ്ഞു, കേരളം ഒന്നാകെ ഏറ്റെടുത്തിട്ട് പറഞ്ഞു ഇത് പ്രൊപ്പഗാണ്ടയാണ്, പോയിട്ടില്ല, കുട്ടികൾ 32,000 പോയിട്ടില്ല, അവർക്കൊന്നും ആരും സംഭവിച്ചിട്ടില്ല, ധർമ്മസ്ഥലയിലാണ് ഈ കുട്ടികളൊക്കെ പോയവരൊക്കെ കൊന്നത്, ധർമ്മസ്ഥലയിലാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്നൊക്കെ. ഇന്ന് പോലും ഈ ഒരു ആഴ്ചയിൽ, ഞാനിത് 3ാമത്തെ ഡിബേറ്റിലാണ് വരുന്നത് ലവ് ജിഹാദ് കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, കഴിഞ്ഞ ഒരാഴ്ചയിലകത്ത്. ഇത്രയധികം ഒരാഴ്ചയിലേക്ക് എനിക്കറിയാവുന്ന കേസുകൾ 4 എണ്ണം ഉണ്ട്. എന്നിട്ട് ഇവര് പറയുന്നത് എന്താ, കണ്ണടച്ചിരിട്ടാക്കുകയാണ്. ഇവിടെ ലവ് ജിഹാദുമായിട്ട് ബന്ധപ്പെട്ട കേസുകൾ നടക്കുന്നില്ല എന്നാണ് പറയുന്നത്. വളരെ നന്ദി ശ്രീ അംബിക JK ഈ ഘട്ടത്തിൽ ജനം TVയോട് പ്രതികരിച്ചതിന്.